നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ്. നമ്മുടെ പ്രസ് ക്ലബിന് മുമ്പിലായിട്ടാണ്. ഇവിടെ ഇന്ന് രാവിലെ 11:30 ഇവിടെ ഒരു അപകടം ഉണ്ടാകുന്നത്. അങ്കമാലി മൂവാറ്റുപുഴ റൂട്ടിൽ പോകുന്ന KSRTC ബസ് നിയന്ത്രണം നഷ്ടമായി പിന്നിലേക്ക് വന്ന് പ്രസ് ക്ലബിൻ്റെ ഈ ഒരു മതിൽ ഇടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ മറ്റ് വലിയ ദുരന്തത്തിലേക്ക് പോകാതെ തന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇന്ന് പ്രവൃത്തി ദിവസമല്ലാത്തതും അല്ലെങ്കിൽ മറ്റ് ആളുകൾ റോഡിൽ ഇല്ലാത്തതും വലിയൊരു ദുരന്തമാണ് മാറിയത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നിരന്തരമായി ഒരു അപകട മേഖലയായി മാറുന്ന സാഹചര്യമാണ്. മുൻപും പലതവണയായി ഇവിടെ അപകടങ്ങൾ പെരുകി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബസ് പിന്നിലേക്ക് വരികയും ഈ മതിൽ ഇടിച്ച് തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ മുൻപും പലതവണയായി റിപ്പോർട്ടും ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. ഇത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. 2 മാസം മുമ്പാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു ഗേറ്റ് ഉൾപ്പെടെ തകർത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും പലതവണയായി ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരാതി അധികാരികൾക്ക് മുമ്പിൽ എത്തിച്ചെങ്കിൽ പോലും യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിന്റെ ഭാഗമാണ് വീണ്ടും ഇങ്ങനെ ഒരു അപകടം ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഒരു യാത്രക്കാരൻ തലയിൽ കൂടി ബസ് പിന്നിലേക്ക് ഇറങ്ങി തലയിൽ കൂടി കയറി അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പലതവണയായി ഒരു അപകട മേഖലയായി ഇത് മാറിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. പലതവണയായി ഈ ഒരു അപകടങ്ങൾ ഇങ്ങനെ പെരുകി വന്നിട്ടും പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും ഇല്ല എന്നത് പറയേണ്ട ഒരു വസ്തുതയാണ്. ഇനിയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്നാണ് ആളുകളെല്ലാം പറയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെ പറയാം. തലനാരിഴയ്ക്കാണ് ആർക്കും ഒരു പരിക്കോ അല്ലെങ്കിൽ മറ്റു പോറലുകളോ ഒന്നും തന്നെ സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. ഇന്ന് ഗാന്ധി ജയന്തിയും അതുപോലെ തന്നെ പ്രവൃത്തി ദിവസവും അല്ലാത്തത് കാരണം റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നത് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. നിരന്തരമായി ഈ ഒരു അപകട കെണിയായി ഇത് മാറിയിട്ടും വേണ്ട നടപടികൾ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.